ന്യൂസ് ടെൻസ് വിശദമായി കിടക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കടപ്പാക്കടയിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അക്രമി തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫെബിന്റെ വീട്ടിലെത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം. ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം കറുത്ത പർദ്ദ ധരിച്ചെത്തിയ തേജസ് മകനെ ആദ്യം ആക്രമിച്ചെന്ന് ഫെബിന്റെ മാതാവ് മൊഴി നൽകി. പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തി. മകളോടൊപ്പം പഠിച്ച ആളായിരുന്നു തേജസ് രാജ്. മകൾ തേജസുമായുള്ള വിവാഹത്തിന് എതിർത്തിരുന്നെന്നും മാതാവ് മൊഴി നൽകി. എന്നാൽ കുത്തിയാളെ അറിയില്ലെന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിനോട് പറഞ്ഞത്. ഡാൻ കുര്യനും എസ് വിനീഷും നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, വിനീഷ്, എന്തായാലും ഈ കൊല്ലത്തെ കൊലപാതകം, സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ ഇങ്ങനെ പെരുകുന്ന ഘട്ടത്തിലാണ് കൊല്ലത്ത് വീണ്ടും ഒരു സംഭവം ഉണ്ടാവുന്നത്. ഒടുവിലെത്തുന്ന നിഗമനങ്ങൾ പ്രണയപ്പക തന്നെയാണ്. പ്രണയം നിരസിച്ചതിനുള്ള പകയിൽ നടന്ന കൊലപാതകമാണ്. സഹോദരിയെ ലക്ഷ്യമിട്ടെത്തി ഒടുവിൽ സഹോദരനെ കുത്തിക്കൊന്നു. ഇതാണ് സംഭവിച്ചത്. ഒടുവിൽ ആ അക്രമിയും മരണത്തിന് കീഴടങ്ങുകയാണ്. പോലീസിന്റെ അവസാനവട്ട നിഗമനത്തിലേക്ക് എത്തുന്നത് എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന പോലീസ് നീക്കങ്ങൾ? സജിത്ത്, വിശദമായ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്ന ഒരു നിഗമനം, ഈ +2 പഠിക്കുന്ന സമയം മുതൽ തേജസ് രാജും ഈ ഫെബിന്റെ സഹോദരിയും ഉൾപ്പെടെ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബാങ്ക് കോച്ചിങ്ങിനടക്കം അവർ ഒരുമിച്ചാണ് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള സൗഹൃദം വലിയൊരു അടുപ്പത്തിലേക്ക് മാറുകയും അത് വിവാഹാലോചനയിലേക്ക് ഇവരെ എത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കഴിഞ്ഞ 10-20 വർഷമായി ഫെബിന്റെ കുടുംബം, ജോർജ് ഗോമസും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബം ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അയൽപക്കവുമായി വലിയ തരത്തിലുള്ള ഒരു ആഴമേറിയ ബന്ധമൊന്നും കാത്തു സൂക്ഷിച്ചിരുന്നവരല്ല അവർ എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസിലേക്കുള്ള ഒരു ടെസ്റ്റ് തേജസ് രാജിൽ അതിൽ പങ്കാളിയാകുകയും പക്ഷേ അതിൽ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതോടെ ഈ ജോലി ലഭിക്കാത്ത ഒരു പശ്ചാത്തലം വന്നതിന് പിന്നാലെ ഈ ഫെബിന്റെ കുടുംബം ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറിയതാണ് ഒരു പ്രകോപനത്തിലേക്ക് തേജസിനെ നയിച്ചത്. തുടർന്ന് പലതവണ മദ്യപിച്ച് തേജസ് രാജ് ഈ വീട്ടിലെത്തുകയും മകളെ വിവാഹം കഴിച്ച് നൽകണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഈ കുടുംബവും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും വിയോജിപ്പ് അറിയിച്ചിരുന്നു. അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല തേജസ് രാജ്. വലിയ ഒരു ഡിപ്രഷന് അടിമയായി തീർന്നു. അതിനുശേഷം വീണ്ടും ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന അടുത്തു വരികയും അത് വിവാഹത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തേജസ് രാജ് അറിയുകയും ചെയ്തതോടെയാണ് ഈ ക്രൂരകൃത്യത്തിന് ഒരുപെട്ട് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ ആലോചിച്ച് ഉറപ്പിച്ചതെന്ന വണ്ണം ഈ വീട്ടിലേക്ക്, ഒഴിവുകോവിലുള്ള ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാന ഈ വാതിലിന്റെ മുമ്പിലെത്തി കോളിംഗ് ബെൽ അടിക്കുന്നു. പുറത്തേക്ക് വരുമ്പോൾ ഈ പച്ച അടപ്പ് അതിലൊരു ഇന്ധനമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഇന്ധനം ദേഹത്തേക്ക് ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തുന്നതിന് വേണ്ടി ഒരു ലൈറ്ററുമായാണ് പ്രതി ഇവിടേക്ക് എത്തിയത്. ആ ലൈറ്റർ അടക്കം താഴെ വീണ് കിടപ്പുണ്ട് ഇപ്പോഴും. പക്ഷേ ഈ ഫെബിനാണ് ഇറങ്ങി വരുന്നത്. ഫെബിൻ ഇറങ്ങി വന്ന് ഫെബിന്റെ ദേഹത്തേക്ക് ഈ ഇന്ധനം ഒഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫെബിന്റെ പിതാവ് കൂടി മറുവശത്ത് നിന്ന് ഇറങ്ങി വരുന്നു. ഇതോടെ ഈ തീ കൊളുത്തി അവരെ ഇല്ലാതാക്കുക എന്നൊരു ശ്രമം പരാജയപ്പെടുന്നു. തുടർന്ന് ഫെബിനെ വീടിന് പുറത്തേക്ക് വിളിച്ച് ഇറക്കിയതിനു ശേഷം കഴുത്തിലും വാരിയലിലും നെഞ്ചിലും മൂർച്ചയേറിയ ഒരു കത്തി കൊണ്ട് കുത്തിയതിനു ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ പിടിച്ചു മാറ്റാനുള്ള ഒരു നീക്കം ജോർജ് ഗോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ ജോർജ് ഗോമസിനും പരിക്കേൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതി മറുവശത്തുകൂടി പർദ്ദ ധരിച്ചെത്തിയ പ്രതി ഇവിടുന്ന് മറുവശത്തുകൂടി മതിൽ ചാടി കിടന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കിടന്ന് അങ്ങ് അകലെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്ന കാറിലേക്ക് പോകുന്നു. ആ കാറിൽ കയറി അയാൾ അവിടുന്ന് കടപ്പാക്കടയിൽ പോയി റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതിനിടെ ഇവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി പുറത്തേക്ക് ഇറങ്ങിയ ഈ ഫെബിൻ ജോർജ് ആ വഴിയെ ഇങ്ങനെ നടന്ന് ഓടി അലറി വിളിച്ചുകൊണ്ടാണ് ഈ അവശനിലയിൽ വീണ് കിടന്ന CCTV ദൃശ്യങ്ങളിൽ കണ്ട സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ആളുകളാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി ഈ പിതാവിനെയും ഫെബിനെയും ഒരുമിച്ച് ആശുപത്രിയിലേക്ക് വിടുന്നത്. പക്ഷേ അപ്പോഴേക്ക് ഫെബിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ അടക്കം നൽകുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ നമ്മുടെ പ്രതിനിധി ഫിനീഷ് ഇവിടെയുണ്ട്. ഫിനീഷ്, ഏറ്റവും ഒടുവിൽ ഈ പോലീസ് നൽകുന്ന സൂചന ഇത് പ്രണയപ്പക തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്.
തീർച്ചയായും ഡാൻ ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രണയപ്പക തന്നെയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആദ്യം തന്നെ പോലീസ് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഈ ഫെബിന്റെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് അപ്പോൾ ഈ കുത്തേറ്റ ഫെബിന്റെ പിതാവ് പറഞ്ഞത് ആരാണ് തന്നെ കുത്തിയതെന്ന് അറിയില്ല എന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത്. ഒരുപക്ഷെ അറിയാമായിട്ട് മറച്ചു വെച്ചായിരിക്കും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ്. പക്ഷേ ഈ തന്റെ മകളെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം പിതാവിനുണ്ടല്ലോ, അതാവാം അതിന് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്നും വിശദമായിട്ട് ഈ ഫെബിന്റെ പിതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മാതാവ് നൽകിയ മൊഴിയെ തുടർന്നാണ് കൂടുതൽ ചിത്രം വ്യക്തമായത് പോലീസിന്. അങ്ങനെയാണ് ഇതൊരു പ്രണയപ്പകയാണെന്നും ഈ മാതാവ് എന്താണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്? മാതാവ് മൊഴി നൽകിയത് അറിയാം, ഈ പ്രതിയെ അറിയാം എന്നുള്ളത് വെളിപ്പെടുത്തി. അങ്ങനെയാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുന്നതും ഇതിനെ കൂടുതൽ ചിത്രത്തിലേക്ക് എത്തുന്നതും ഇതൊരു പ്രണയപ്പകയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ്. ഈ തേജസ് രാജ് മരണപ്പെട്ടു എന്നുള്ള കാര്യം ഈ ഇദ്ദേഹത്തെ ജോർജ് ഗോമസിനെ അറിയിച്ചിട്ടുണ്ടോ? അതോ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓർത്താണോ പരിചയമില്ലാത്ത ആളാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞ് ഒഴിമാറാനുള്ള ഒരു നീക്കം ഉണ്ടായത്? തീർച്ചയായും അങ്ങനെയാണ്. അതായത് ഡാൻ ചോദിച്ചതാണ് കൃത്യം. അതായത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതി. അതിനുശേഷം ഇയാൾ റെയിൽവേ ട്രാക്കിൽ പോയി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ വിവരം അറിയാതെയാണോ ഈ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിതാവ് ഇങ്ങനെ ഇതാരാണെന്ന് അറിയത്തില്ല എന്നൊരു തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണോ പോലീസ് കരുതുന്നത് ഇപ്പോൾ? അല്ല, ഫെബിനും പിതാവും ഇവിടുന്ന് കുത്തേറ്റ് ഇവിടുന്ന് നാട്ടുകാർ കയറ്റിവിട്ടു. അതായത് ഓട്ടോയിലാണ് കയറ്റിവിടുന്നത്. അപ്പോൾ ഈ യാത്രാമധ്യയാണ് ഫെബിൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫെബിന്റെ പിതാവ് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഫെബിന്റെ പിതാവിനും കുത്തേറ്റിരുന്നു. പക്ഷെ പരിക്ക് ഗുരുതരമല്ലായിരുന്നു. പക്ഷെ എന്നാലും പോലീസിനോട് അന്നേരം തന്നെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് കുത്തിയതെന്ന്. പക്ഷെ അത് ഫെബിന്റെ പിതാവ് ആരാണ് കുത്തിയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായി. തന്നെ ഈ പ്രതി പോയി ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഇയാൾ അറിയുന്നു. അതുപോലെ ഈ മുഖം വ്യക്തമായിരുന്നു. അത് സംബന്ധിച്ച് ഇവർക്ക് മുഖം വ്യക്തമായിരുന്നു തേജസ് രാജ് തന്നെയാണ് ഇവിടേക്ക് എത്തിയെന്നുള്ള കാര്യം. അത് ഈ മാതാവടക്കം കണ്ടിരുന്നു. തേജസ് രാജിനെ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ മാസ്ക് ധരിച്ചു വന്നാലും ഇവർക്ക് അറിയാമെന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുത. അപ്പം മാസ്ക് ധരിച്ചു വന്നെങ്കിൽ തന്നെയും ഈ ഒരു അക്രമം സമയങ്ങളിൽ അദ്ദേഹം ധരിച്ച മാസ്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാസ്ക് അതെ ഊരിയിട്ട് ഇവിടെ നിന്നും ഈ മതിൽ ചാടി ഇവിടുന്ന് രക്ഷപ്പെട്ടാണ് കാറിൽ കയറി കടപ്പക്കടയിൽ പോവുകയും ആത്മഹത്യക്ക് സാഹചര്യം. അപ്പൊ ഈ വേറൊരു വിവരം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ ഫെബിനെ ലക്ഷ്യമിട്ടല്ല ഇയാൾ ഇവിടെ എത്തിയത്, ഈ പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലെന്താണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം? ഡാൻ, അത് നമുക്കറിയാൻ കഴിയുന്നത് ഇവിടുത്തെ ഈ ഫെബിന്റെ സഹോദരിയും ഈ തേജസ് ആയിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. 12ാം ക്ലാസ് മുതൽ, അതായത് +2 തലം മുതൽ അവർ ഒരുമിച്ച് പഠിച്ചപ്പോൾ ചില അടുപ്പങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവർ പിന്നെ ഒരു ബാങ്ക് കോച്ചിങ്ങിന് പോയി. അപ്പം അതും ഒരുമിച്ചായിരുന്നു ഇവരുടെ പഠനം. അതെ, ബാങ്ക് കോച്ചിങ്ങിന് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് ബാങ്കിൽ ജോലി ലഭിക്കുന്നു, ഇയാൾക്ക് ജോലി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ PSC കോച്ചിങ് ഒക്കെ എഴുതി അങ്ങനെയാണ് ഈ പോലീസിൽ കിട്ടുന്നത്. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ നിന്ന് ഔട്ടാവുന്നു. കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. അങ്ങനെയാണ് അത് ഒരു വിരോധം ഉണ്ടാകുന്നത്. അതായത് തന്റെ ജോലി നഷ്ടപ്പെടുന്നു. അപ്പം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നു. അപ്പം ഈ ജോലി ഇല്ലാത്ത ഒരു ആളെ ഇവൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണോ ഈ കുടുംബത്തിനും വിയോജിപ്പ് വരുന്ന? അങ്ങനെയാണ്. അപ്പോൾ ഈ പെണ്ണ് ഇതിൽ നിന്നും പിന്മാറിയതോടുകൂടി വീട്ടുകാരും പിന്മാറുന്നു. അത് വലിയൊരു വൈരാഗ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വരെ ബാധിച്ചത്? തീർച്ചയായും ബാധിച്ചു. അതാണ് ഈ ഒരു അക്രമത്തിന് പിന്നിൽ. ഇന്നലെ ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർത്താണ് ഇയാൾ ഇവിടേക്ക് എത്തിയത്? അതെ, തീർച്ചയായും ഈ പെണ്ണിനെ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ അക്രമം. അങ്ങനെയാണ് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. നിലവിൽ ഈ ജോർജ് ഗോമസിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ? അദ്ദേഹത്തിന് തുടയുടെ ഭാഗത്താണ് കുത്തിയിട്ടിരിക്കുന്നത്. ഗുരുതരമല്ല, പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ എന്നാലും അപകടനിലയൊക്കെ തരണം ചെയ്തു. ഇന്ന് പോലീസ് വിശദമായിട്ട് അയാളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ട്? ഏകദേശം 10 മണിയോടുകൂടി നടപടികളിലേക്ക് കടക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയേണ്ടതായിട്ടുണ്ട്. ഫോറൻസിക് സംഘടന എത്തും, ഇവിടെയും പരിശോധന നടത്തും. പിന്നെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്.
സൈറ്റ് അതായത് ഈ ഉപേക്ഷിച്ച കത്തി ഈ ഫെബിനെ ആക്രമിച്ചതിന് ശേഷം ഈ കൊലയാളിയായിട്ടുള്ള തേജസ് രാജ് ഉപേക്ഷിച്ച കത്തിയാണ് ആ വശത്തുള്ളത്. അവിടെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കൊണ്ട് പോലീസ് അത് മറച്ചിരിക്കുകയാണ്. കാരണം ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്, ശാസ്ത്രീയ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ആ തെളിവെടുപ്പിന്റെ ഭാഗമായാണ് അത് ആ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതങ്ങനെ അവിടെ മറച്ച് ഇട്ടിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ചവറയിലുള്ള ഈ തേജസ് രാജിന്റെ വീട്ടിലും ഈ പരിശോധനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. തേജസിന്റെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു സബ് ഇൻസ്പെക്ടറായാണ് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നതെന്നാണ് വിവരം. പക്ഷേ ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് തേജസ് രാജ് കടക്കുമെന്ന ഒരു സങ്കല്പത്തിൽ പോലും കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരും കരുതിയിരുന്നതല്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു പ്രകോപനം തേജസ് രാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതാണ് ഈ നാടിനെ നടക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തേജസ് രാജ് ജീവൻ ഒടുക്കുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ഈ പ്രണയപ്പക എന്നതിനപ്പുറത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ.